നമ്മുടെ നായികനെ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരിയുടെ ഐഡൽ എന്ന് പറയുന്നത് ഡോക്ടർ മേരി ക്യൂറിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പേരിലുള്ള ഒരു ട്വിറ്റർ അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. ആ ട്വിറ്റർ അക്കൗണ്ടിലൂടെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, അവഗണനകൾ ഒക്കെ ഇവൾ ഷെയർ ചെയ്യാറുണ്ട്. ആ ഒരു സമയത്ത് ഇവളെ സപ്പോർട്ട് ചെയ്യുന്ന, ഇവളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുന്ന ഒരു അനോണിമസ് ട്വിറ്റർ അക്കൗണ്ട് ഉണ്ട്. അതുമായിട്ട് ഇവൾ ഇന്ററാക്ട് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൾ ഒഫീഷ്യലി ഈ ഒരു പ്രൊജക്റ്റിൽ ജോയിൻ ചെയ്യാണ്. ആ ഒരു സമയത്ത് ഇവൾ ഒരുപാട് എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ റിസോഴ്സസ് ഒക്കെ ആവശ്യപ്പെടുന്നുണ്ട് ഈ ഒരു ഹെൽമെറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇവൾക്ക് ഒന്നും തന്നെ കിട്ടുന്നില്ല. പോരാതെ ഒരുപാട് സാധനങ്ങൾ മോഷണം പോവുക, ഇവളുടെ ഫയൽസ് ഒക്കെ ആരോ കട്ടെടുത്തോണ്ട് പോവുക. ആ ഒരു സമയത്താണ് ഇവൾ ശ്രദ്ധിക്കുന്നത് ഇവൾ ലെവിക്ക് അയക്കുന്ന ഇമെയിൽസ്, ഇവനെ നേരിട്ട് കാണണം, സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവൾ അയക്കുന്ന ഇമെയിൽസിലൊന്നും ലെവി റെസ്പോണ്ട് ചെയ്യുകയോ അത് തുറന്നു നോക്കുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ പിന്നിൽ ലെവി ആണെന്ന രീതിയിലേക്ക് നമ്മുടെ നായിക ചിന്തിച്ചു വെക്കുകയാണ്. പോരാത്തതിന് ഇവരുണ്ടാക്കുന്നത് പോലെ തന്നെയുള്ള ഈ ഹെൽമെറ്റ് വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ ചെയ്യുന്നത് ആരാണ്, എന്താണ് ഈ ഒരു വേൾഡിൽ നടക്കുന്നത്, ഇവരെങ്ങനെയായിരിക്കും പ്രണയത്തിലാവുക, അതുകൂടാതെ തന്നെ ഈ നാസയിൽ നടക്കുന്ന ചില പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇവൾ ആരുമായിട്ടായിരിക്കും ഈ ട്വിറ്റർ അക്കൗണ്ടിൽ ചാറ്റ് ചെയ്യുന്നത്, അത് ആരാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് പറഞ്ഞു വെക്കുന്നത്. ഈ റോംകോം ബുക്കുകളൊക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, അല്ലെങ്കിൽ എനിമീസ് ടു ലവേഴ്സ് കോമ്പോസ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, അതും അല്ലെങ്കിൽ അലി ഹേസൽവുഡിന്റെ തന്നെ ലവ് ഹൈപ്പോത്തസിസ് എന്ന് പറഞ്ഞ പുസ്തകങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പുസ്തകം തീർച്ചയായിട്ടും വായിച്ചു നോക്കാവുന്നതാണ്. ഇനി വായിച്ചിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്.